മോളിപ്പോ ഒരു തീരുമാനം എടുത്തില്ലേ ഹരിയുടെ കാര്യത്തില്? അങ്ങനെ ഒരു കാര്യം അച്ഛന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് വെറുതെ പറയല്ലോ. ഹരി നല്ലവനാ. അവൻ മനസ്സ് നിറയെ നന്മയുള്ള ഒരുത്തനാ. മണ്ണിനെയും മനസ്സിനെയും അടുത്തറിയുന്നവനാ. ഞാൻ ഹരിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അയാളെ കാണാൻ ഒത്തിരി വൈകിപ്പോയിന്ന്. എന്നിട്ട് ഹരി എന്താ പറഞ്ഞത് അച്ഛാ? അയാളുടെ ഉള്ള് അന്ന് ഞാൻ അളന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി അയാൾ ഉള്ളിന്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് നടക്കായിരുന്നു എന്ന്. ഒരുപാട് മുൻപേ ഞാൻ ഹരിയോട് തുറന്നു പറയായിരുന്നു. പക്ഷേ ഞാൻ നിന്നിരുന്ന സാഹചര്യങ്ങള് അച്ഛനറിയാലോ. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാ. ഇനി എന്നും മോളിച്ചിരിക്കുക തന്നെ വേണം. എന്നും നല്ല സ്വപ്നങ്ങൾ കാണണം. പിന്നെ അച്ഛന്റെ കൈപിടിച്ച് നടന്ന് ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കണം. അച്ഛാ മോളെ, അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട്. മോൾക്ക് സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടായേക്കാവുന്ന ഓരോ നിമിഷവും അച്ഛൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടാ. അച്ഛാ, ഞാൻ അച്ഛന്റെ മടിയിലൊന്ന് കിടന്നോട്ടെ? അതിനെന്തിനാ ചോദിക്കുന്നേ? മോള് കിടന്നോ. മോള് കരയുന്ന കാണുമ്പോ അമ്മ ചില പരാതികളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ സൂചനയാണെന്നും പറഞ്ഞ്. ഹരിയെ തിരഞ്ഞെടുത്തതിലും നല്ലൊരു കാര്യം എന്റെ മോളിന് ചെയ്യാനില്ല. എന്റെ മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? വരുന്നുണ്ട് അച്ഛാ. അച്ഛന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു സമാധാനം. അച്ഛന്റെ കൈ തലയിൽ തൊടുമ്പോ കണ്ണുകളൊക്കെ താൻ അടഞ്ഞു പോകുന്നത് പോലെ. ഉറങ്ങിക്കോ, മനസ്സമാധാനായിട്ട് ഉറങ്ങിക്കോ. അച്ഛന്റെ മോൾക്ക് അച്ഛൻ കാവലുണ്ട്.